ഇതിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. दुनिया के मुसाफिर मंजिल तेरी खबर है, देख रहा है तो 2 दिन സഫർ. നമ്മൾ മരണത്തെക്കുറിച്ച് ഒരു അല്പനേരമെങ്കിലും ദിവസം ചിന്തിച്ചാൽ മറ്റുള്ളവരെ വെറുക്കുവാനോ വിദ്വേഷം വെച്ച് പുറത്താണോ നമുക്ക് കഴിയില്ല. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും വെട്ടിപ്പിച്ച് നേടുന്ന എല്ലാ നേട്ടങ്ങളും താൽക്കാലികം മാത്രമാണ്. ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും ഒരു മുസാഫിർ, യാത്രക്കാർ മാത്രമാണ്. ഈ ഒരു ഉംറ മക്ക മദീന പുണ്യമാൻ തീർത്ഥയാത്രയാണ്. ഈ ഒരു പുസ്തകം എഴുതാറുണ്ടായ പ്രചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പയും ഉമ്മയും ഹജ്ജ് ഉംറ ചെയ്ത് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഉംറ പോയി വന്നവരാണ്. എല്ലാവരും ഉംറ ചെയ്ത് പോകുന്നു, അതിൻ്റെ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പോയി വരുന്നതില്ല. എന്നിരുന്നാൽ കൂടി എനിക്ക് നേരിട്ട അനുഭവങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞ കാര്യങ്ങൾ, അതിൽ പാകപ്പിഴകൾ എന്താണ്, ഒരു ഉംറ പോകുമ്പോൾ ഉംറ എന്താണ്, അതിൻ്റെ ഇഹ്റാം തൊട്ട് എൻ്റെ സാഹി എന്താണ്, അതുപോലെ തന്നെ മീഖാത്ത്, മത്താഫ്, കഅബ എന്താണ്, കഅബയ്ക്കകത്ത് എന്താണ്, അതുപോലെ തന്നെ മഖാം ഇബ്രാഹിം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിൻ്റെ ചരിത്രം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉംറ ചെയ്യുമ്പോൾ അതൊരു പവിത്രമായ ഭക്തിസാന്ദ്രമായ പവിത്രതയോടെ നമുക്ക് ഉംറ ചെയ്യാൻ സാധിക്കുക. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെയാണ്. അതുപോലെ ഈ ഉംറ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് മദീനയിലേക്കാണ്. മദീന എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാറ്റിന് പോലും സുഗന്ധമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മഹാനവരെല്ലാമായ പാടിയില്ലേ, ഈ മദീനയിലെ മണത്തരികൾ പോലെ പരിശുദ്ധമാണ്. ഞാൻ എൻ്റെ കണ്ണുകളിൽ ഈ മദീനയിലെ മണത്തരികളുടെ കണ്ണുകളിൽ ഞാൻ സുർമ എഴുതും എന്നാണ് മഹാനായ അക്ബർ പാടിയത്. അത്രമേ പരിശുദ്ധമാണ് മദീനയിലെ മണത്തരികൾ പോലും. ആരാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്? എന്ന് പരിശുദ്ധ ഖുർആനിൽ ജഗദേവ റബ്ബ് പറഞ്ഞ അന്ത്യപ്രവാചകനായ മുത്തനബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ ആ പരിശുദ്ധ റൗള ശരീഫിൽ ചെന്ന് നബിയുടെ ചാരെ ഒരു സലാം ചെല്ലാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം കിട്ടിയാൽ അതിൽ ഏറ്റവും വലിയൊരു പുണ്യം ഈ ജീവിതത്തിൽ. അപ്പോ ഈ ഒരു പുസ്തകം ഞാൻ ലാഭേച്ഛമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ പുസ്തകം ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിന് പ്രസാധകർ, അതായത് സാഹിത്യ നഗരിയിലെ അക്ഷരമുത്തുക്കളെ നിറസാന്നിധ്യമായ സുൽത്താൻ ഖാസ് മുഹമ്മദ് ബിൻ ഖാസ്ബി അവരുടെ പേരിലെ രണ്ടാമത്തെ വേറെ ഫേമസ് ആയ പ്രധാനപ്പെട്ട ഈ ബുക്ക് ഫെയറിൽ ഞാനും എൻ്റെ ഈ പുസ്തകം ഭാഗമാക്കായതിൽ അൽഹംദുലില്ലാഹ് ഞാൻ എഴുതിയവരോട് ഞാൻ സ്തുതിക്കുന്നു. ഈ ഒരു പുസ്തക പ്രസാധനം, അതായത് സൈഗതം സംഗീതമേളം, സൈഗതം പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച സംഗീതമേളത്തിൻ്റെ ഈ പുസ്തകത്തിൽ, ഈ പബ്ലിക്കേഷനിലൂടെ എൻ്റെ ഉംറ മക്ക മദീന പുണ്യമാൻ തീർത്ഥയാത്രയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ ഒരു പുസ്തകം ലാഭേച്ഛ കൂടാതെ അതിൻ്റെ പ്രസാധകർ പൈസ അതിൽ ആ ഒരു ഇത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ലാഭ ഉദ്ദേശം കൊണ്ടല്ല. കാരണം ഇതൊരു ഹിതമൊക്കെ ജനങ്ങളിലേക്ക് ഈ ഒരു അറിവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഉംറ ചെയ്തവർക്കും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും മറ്റിതര മതസ്ഥർക്ക് കൂടി വളരെയധികം ഉപകാരപ്രദമായ ഒരു പുസ്തകമാണ് ഉംറ മക്ക മദീന പുണ്യമാൻ തീർത്ഥയാത്ര. ഈ ഒരു പുസ്തകം ഒരു മുതൽക്കൂട്ടാണ് ഭാവി തലമുറയ്ക്ക് കൂടി. ഈ ഒരു പുസ്തകം നമ്മൾ ഉംറ പോകുന്ന വായനയിൽ തന്നെ, യാത്രയിൽ തന്നെ ഒരു 10 രൂപ വായിക്കാൻ കാര്യമുള്ളൂ. കാരണം അത് ഹൃദിസ്ഥമായി ആ ഇത് വായിച്ചുകൊണ്ട് തന്നെ ആ പവിത്രമായ ഉംറ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു പുസ്തകം ഉണ്ടായത്. ഈ പുസ്തകം എനിക്ക് എഴുതുവാൻ നിരന്തരം പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്ന എൻ്റെ എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട മോഹനേട്ടൻ, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിന്റെ അമരക്കാരനായ ഈ മോഹൻകുമാർ സാർ ചില സാങ്കേതിക ചില ശാരീരിക ബുദ്ധിമുട്ടായതുകൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ന അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇതിന്റെ പ്രകാശനത്തെ എത്താൻ ദുബായ് എയർപോർട്ട്സിലെ എൻ്റെ പ്രിയപ്പെട്ട ബിലവ് Sayyid Muhtaram Faisal Al-Ubaidi is on the way from Abu Dhabi participating on the way. ഇതിൻ്റെ അവർക്കും പ്രത്യേകിച്ച് എൻ്റെ മോഹനേട്ടൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണുന്നതാവും അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്.
പ്രിയപ്പെട്ട ഗീതേച്ചിയും കുടുംബവും അശ്വതി മോളും എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും ഹൃദയത്തെ പാഠം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ കറക്ഷൻസ്, അതായത് ഒരു ചരിത്ര പുസ്തകം, അതായത് നോവലല്ലല്ലോ. അപ്പം ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ വരാൻ പാടില്ല. അപ്പം അതിൻ്റെ യഥാസമയം ഇതിൻ്റെ എന്താണെന്നുള്ള അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ നികത്തി അതിൻ്റെ എല്ലാം ക്ലിയർ അവസാനം എല്ലാം ശരിയാക്കി തന്ന, അതിന് സഹകരിച്ച് എനിക്ക് എഴുതാൻ എല്ലാം തെറ്റുകുറ്റങ്ങൾ മാറ്റി എനിക്ക് എഴുതാൻ സഹായിച്ച അഭിമന്യരായ പെരുമ്പറ്റം ഉസ്താദ് അവர்களെയും ശ്രീ സദർദാസോരി ഉസ്താദ് അവർ ഈ നിമിഷത്തിൽ ഞാൻ അവരെ സ്മരിക്കുന്നു, എന്ന് പറയാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുസ്തക പ്രകാശനം എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഹൈ പൊസിഷൻ അലങ്കരിക്കുന്ന നമ്മുടെ മുഹമ്മദ് അലി സയ്യിദ് അൽ അലി അവർക്കും എൻ്റെ ഹൃദയം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഉയർന്ന പൊസിഷൻ ദുബായ് പോലീസിൽ ഉയർന്ന പൊസിഷൻ അലങ്കരിക്കുന്ന നമ്മുടെ എൻ്റെ പ്രിയങ്കരനായ നാസർ അലി റാഷിദ് അൽ ഖമീസി അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ എല്ലാമായ ഏത് പാതിരാത്രിയിലും എന്ത് ആവശ്യത്തിനും വിളിക്കുന്ന ചെയ്യുന്ന മരുഭൂമിയിലെ ചരിത്ര നിയോഗമായ ശ്രീ അഷറഫ് താമരശ്ശേരി അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ ഒരു പുസ്തകം വായിച്ചതിൽ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത അദ്ദേഹമാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ പുസ്തകത്തിൽ എൻ്റെ എല്ലാ പുസ്തകമേളയിലും എനിക്ക് എല്ലാവരും സപ്പോർട്ട് സഹായം ചെയ്യുന്ന നമ്മുടെ ഈ പുസ്തകം ഈ ഷാർജ് ബുക്ക് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോഹൻകുമാർ സാറിന് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ടൈം മാനേജ്മെൻറ്റ് വളരെയധികം എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ചങ്കായ ഹമീദ് കാരിക്കറ്റ് അവർക്ക് ഹൃദയം നിറഞ്ഞ ഭാഷ നന്ദി അറിയിക്കുന്നു. ആരോഗ്യമോ പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ എൻ്റെ ആത്മപ്രതിനിധമായ ഷബീറിനും ഇവിടെ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഈ പുസ്തകം വളരെ നല്ല രീതിയിൽ പുസ്തക പരിചയം നടത്തി തന്ന നമ്മുടെ അജിത് കണ്ടലു സാറിനും നമ്മുടെ ബഷീർ തെപ്പടി സാറിനും വളരെയധികം എന്താ പറയുക, വാക്കുകളിൽ അത്രയും വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വായനക്കാരായ എൻ്റെ ഈ പ്രകാശനത്തിൽ ചേർന്ന നിങ്ങളെല്ലാവർക്കും, എൻ്റെ എല്ലാ ഹൃദയ ബന്ധുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഈ പുസ്തകം നിങ്ങൾ വാങ്ങുക, വായിക്കുക. ഈ പുസ്തകത്തിൻ്റെ വില നിങ്ങൾ കണക്കാക്കേണ്ട, നിങ്ങൾ ഈ പറഞ്ഞ അതിൽ മാത്രമേ നിങ്ങൾ കൊടുത്താൽ മതി. ഇതൊരു ഹിതമത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പുസ്തകം ഇനി അടുത്ത പ്രകാശനം കേരളത്തിൽ വെച്ചാണ് പ്രകാശനം നടത്തുന്നത്. ഈ ഒരു പുസ്തകം എല്ലാവരിലേക്കും എത്തി, എല്ലാവർക്കും മുതൽക്കൂട്ടാണ് ഈ ഒരു പുസ്തകം, അല്ല ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. നമ്മളൊരു ഹിതമത്ത് നമ്മളിൽ അറിവ് മറ്റുള്ള എല്ലാവർക്കും, എൻ്റെ പ്രിയ സുഹൃത്ത് ഷൈജു പറഞ്ഞതുപോലെ ഇതൊരു എല്ലാവർക്കും അറിയുന്ന രീതിയിൽ എത്തിപ്പെടുന്ന നല്ലൊരു പുസ്തകമാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്തവർക്കും മറ്റിതര മതസ്ഥർക്ക് കൂടി ഈ ഉപകാരപ്രദമാണ്. ഇതിലുപരിയായിട്ട് എൻ്റെ കഴിഞ്ഞ അമ്മ മരത്തൽ പ്രകാശനത്തിന് ഈ വേദിയിൽ വന്ന് എന്നെ അനുഗ്രഹിച്ച നമ്മുടെ പ്രിയങ്കരനായ, ഇപ്പോഴും ഇതിൽ വന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാവരും തിരക്കുകളും മാറ്റിവെച്ച് എന്നോടുള്ള ആത്മബന്ധത്തിൻ്റെ പേരിൽ, മോഹനായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ പേരിൽ ഇവിടെ വന്നു എനിക്ക് വേണ്ടി ഈ പ്രണയം എത്തിച്ചേർന്ന ആദരണീയനായ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൻ്റെ എല്ലാമെല്ലാമായ രവി തോമസ് സാറിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം അരുൺ ഗോപിനാഥ് സാറിനും നന്ദി അറിയിക്കുകയാണ്. എൻ്റെ കൂടെ വന്ന നാട്ടിൽ നിന്ന് ഈ പ്രകാശനത്തിനെത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ ശ്രീകുമാർ കുന്നത്ത്, അദ്ദേഹം ഒരു കലാസാംസ്കാരിക സിനിമ അഭിനേതാവാണ്, കലാസാംസ്കാരിക നേതാവാണ് ശ്രീകുമാറിനെ നന്ദി പറയാൻ വിളിക്കുന്നുണ്ട് ഞാൻ. ശ്രീകുമാറിനെ നന്ദി പറയുന്നു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ എൻ്റെ സഹപ്രവർത്തകരായ കാജ, അങ്ങനെയുള്ള എല്ലാവർക്കും, ഞാൻ എല്ലാവരും പേരിട്ട് പറയുന്നില്ല, എല്ലാവർക്കും ഒരുപാട് പേര് വന്ന് വഴിയിൽ ട്രാഫിക്കായി പെട്ടിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നല്ലതാണ് വന്നിരിക്കേണ്ട കാര്യങ്ങൾ. ഏതായാലും ഈ തന്യ നിമിഷത്തിൽ വന്ന് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു. നമസ്കാരം. പുസ്തകം നമ്മളിലേക്ക് എത്തിക്കുന്ന